വടകരയിൽ മത്സരിക്കുന്നതിൽ ഷാഫി പറമ്പിലിനും അതൃപ്തി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിലെ പ്രയാസം ഷാഫി അടുപ്പക്കാരെ അറിയിച്ചുവെന്നാണ് സൂചന. നിഖിൽ പ്രമേഷ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി പാലക്കാട് നിന്ന്. നിഖിൽ, ഷാഫിയുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്ന് ലഭ്യമാകുന്ന വിവരങ്ങൾ എങ്ങനെയാണ് നിഖിൽ? റിജിത്ത്, വടകരയിൽ നിന്ന് മാറി തൃശ്ശൂരിൽ മത്സരിക്കുന്ന കാര്യത്തിൽ കെ മുരളീധരനുള്ള അതൃപ്തി പോലെ തന്നെ പാലക്കാട് നിലവിൽ സിറ്റിംഗ് MLA ആയിരിക്കെ വടകരയിലേക്ക് മാറുന്ന കാര്യത്തിൽ ഷാഫി പറമ്പിലിനും അതൃപ്തിയുണ്ട് എന്നുള്ള തരത്തിലുള്ള വിവരങ്ങളാണ് അദ്ദേഹത്തിന്റെ അടുത്ത വൃത്തങ്ങളിൽ നിന്ന് ലഭ്യമാകുന്നത്. അദ്ദേഹത്തിന്റെ ഓഫീസിന് മുന്നിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. മാധ്യമപ്പട ഇവിടെ അദ്ദേഹത്തെ കാത്തു നിൽക്കുകയാണ്. ഒരുപക്ഷെ ഈ പ്രഖ്യാപനം വരുന്നതിന് പിന്നാലെ അദ്ദേഹം മാധ്യമങ്ങളെ കണ്ട് കാര്യത്തിൽ തന്റെ പ്രതികരണം അറിയിച്ചേക്കും. എന്തായാലും നേതൃത്വത്തിന്റെ തീരുമാനത്തിനൊപ്പം തന്നെ ഷാഫി നിലനിൽക്കും എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അദ്ദേഹത്തിന് വടകരയിൽ മത്സരിക്കുന്നതിന് ചെറിയ അതൃപ്തി ഉണ്ടെങ്കിലും ആ അതൃപ്തി പക്ഷേ കണക്കിലെടുക്കാതെ തന്നെയായിരിക്കും അദ്ദേഹത്തിന്റെ നീക്കങ്ങൾ. പാർട്ടി ഒരു തീരുമാനം പ്രഖ്യാപിക്കുമ്പോൾ, ഔദ്യോഗികമായ ഒരു തീരുമാനം അറിയിക്കുമ്പോൾ അതിനൊപ്പം തന്നെ നിലനിൽക്കാനാണ് സാധ്യത എന്നാണ് മനസ്സിലാക്കുന്നത്. അല്പസമയത്തിനകം ഈ ഡൽഹിയിൽ നിന്ന് ഇതുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനം വരുന്നതിന് പിന്നാലെ തന്നെ ഷാഫി പറമ്പിലിന്റെ പ്രഖ്യാപനം ഉണ്ടാവും. അദ്ദേഹം ഇവിടെ തന്നെയാണ്, ഈ തൊട്ടടുത്താണ് അദ്ദേഹം താമസം. അദ്ദേഹത്തിന്റെ MLA ഓഫീസാണിത്. ഇതിന് സമീപത്ത് തന്നെയാണ് അദ്ദേഹം താമസിക്കുന്നത്. അദ്ദേഹത്തിന്റെ പ്രതികരണം അധികം വൈകാതെ ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ തവണ നമുക്കറിയാം ഈ ശ്രീധരനുമായി വളരെ ശക്തമായിട്ടുള്ള പോരാട്ടമാണ് പാലക്കാട് മണ്ഡലത്തിൽ നടന്നത്. അതിലൂടെയാണ് ഷാഫി പറമ്പിൽ വിജയിച്ചു കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ അവിടുത്തെ സിറ്റിംഗ് MLA ആണ് ഷാഫി. അദ്ദേഹത്തിന് വലിയ സ്വാധീനം ഇവിടെയുണ്ട്. ആ സാഹചര്യത്തിൽ ഷാഫിയെ വടകരയിൽ മത്സരിക്കാൻ വേണ്ടി അയക്കുമ്പോൾ നമ്മൾ DCC പ്രസിഡന്റുമായ അല്പസമയം മുൻപ് സംസാരിച്ചിരുന്നു. DCC പ്രസിഡന്റ് അടക്കം വ്യക്തമാക്കുന്നത് യാതൊരു തരത്തിലുള്ള ആശങ്കയും ഇക്കാര്യത്തിലില്ല. വടകരയിൽ ഷാഫി മത്സരിക്കുമ്പോൾ 32% ന്യൂനപക്ഷ വോട്ടുകൾ വളരെ നിർണായകമായിട്ടുള്ള ഒരു മണ്ഡലത്തിൽ ഷാഫിയെ പോലെ ഒരാൾ മത്സരിക്കുമ്പോൾ അത് വളരെയധികം ഗുണം ചെയ്യുമെന്നാണ് പറയുന്നത്. പക്ഷേ വ്യക്തിപരമായി അദ്ദേഹത്തിന് ചില അതൃപ്തി ഇക്കാര്യത്തിലുണ്ട്, ചില പ്രയാസങ്ങൾ അദ്ദേഹത്തിന് ഉണ്ട്. പക്ഷേ നേതൃത്വത്തിന്റെ തീരുമാനത്തിനൊപ്പം അടിയുറച്ച് നിൽക്കും എന്ന് തന്നെയാണ് അദ്ദേഹം ഏറ്റവും അടുത്ത വൃത്തങ്ങളോട് വ്യക്തമാക്കുന്നത്. എന്തായാലും അല്പസമയത്തിനകം ഇതുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനങ്ങൾ പുറത്തുവരും. അതിനുശേഷം ഷാഫി പറമ്പിലിന്റെ വാർത്താ സമ്മേളനം ഉണ്ടാകും. അദ്ദേഹം ഒരുപക്ഷെ ഇന്ന് പ്രഖ്യാപനം ഉണ്ടാവുകയാണെങ്കിൽ ഇന്ന് തന്നെ വടകരയ്ക്ക് പോകാനുള്ള സാധ്യതയും നമ്മൾ മുന്നിൽ കാണുന്നുണ്ട്. റിജിത്ത്, ശരി, നിഖിൽ പ്രമേഷ് വിവരങ്ങൾ നൽകുകയായിരുന്നു. എന്തായാലും കോൺഗ്രസിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം അല്പസമയത്തിനകം തന്നെ ഉണ്ടാകും. വടകരയിൽ മത്സരിക്കും എന്ന് കരുതിയിരുന്ന കെ മുരളീധരൻ തൃശ്ശൂരിൽ സ്ഥാനാർത്ഥിയാകാൻ പോകുന്നു. വടകരയിൽ ഇപ്പോൾ 2 പേരുകൾ, അതിൽ തന്നെ ഏറ്റവും പ്രധാനമായി ഷാഫി പറമ്പിലിൻ്റെ പേരിലേക്ക് നേതൃത്വം എത്തിക്കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. T സിദ്ദിഖിൻ്റെ പേരും നേരത്തെ ഉയർന്നു കേട്ടിരുന്നു. എന്തായാലും ഔദ്യോഗിക പ്രഖ്യാപനം അല്പസമയത്തിനകം തന്നെ ഉണ്ടാകും. കോൺഗ്രസ് മത്സരിക്കുന്ന 16 സീറ്റിലും തീരുമാനമെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് ഇന്നലെ നേതാക്കൾ പ്രതികരിച്ചത്. നിഖിൽ പ്രമേഷ് വിവരങ്ങൾ നൽകുകയായിരുന്നു പാലക്കാട്ട് നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.